ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൽഫാനാരോ ബ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് ആലുവ നജാത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്മിത എം പൗലോസ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഷെയർ ചെയ്യാൻ പോകുന്ന പിള്ളേര് ചെണ്ട പൊട്ടുന്ന സൗണ്ട്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ക്രീം വന്നിട്ട് ഡൈ ഫ്രീ ആണ്. എന്ന് വെച്ചാൽ കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പാരാബൻ ഫ്രീ ആണ്, സ്റ്റെറോയിഡ് ഫ്രീ ആണ്. സ്റ്റെറോയിഡ് ഫ്രീ ആയിട്ടുള്ള, പാരാബൻ ഫ്രീ ആയിട്ടുള്ള ക്രീംസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. അത് ഇവർ ഈ ക്രീമിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതവർ എൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്രീമിൻ്റെ. ഓക്കെ, സോ നമുക്ക് ക്രീമിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അതിന് മുമ്പ് ഞാനൊരു പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാണണം എന്നാഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നേരെ പോയിട്ട് പ്ലേലിസ്റ്റുകളെല്ലാം ചെക്ക് ചെയ്യുക. ഇതിൻ്റെയും ഈ സ്കിൻ കെയറിൻ്റെയും പ്ലേലിസ്റ്റസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, വീണ്ടും യൂസ് ചെയ്യുന്ന ക്രീംസ്, പിമ്പിൾസ് വന്നപ്പോൾ യൂസ് ചെയ്ത ക്രീമുകൾ, കാര്യങ്ങൾ എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്യാൻ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മുടെ താരം കൊജിഗ്ലോ ഗോൾഡ് സ്കിൻ ലൈറ്റനിങ് ക്രീം ഫോർ ക്ലിയറിംഗ് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെന്റേഷൻ വിത്ത് ഗുഡ്നെസ് ഓഫ് വൈറ്റമിൻ B3 ആൻഡ് C. പിന്നെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഇതിലുള്ളത് കൊജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും നയാസിനുമേണ്ടുമാണ്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ സ്കിൻ കെയറിലെ ഗോൾഡ് എന്ന് പറയുന്നത് മെയിൻലി നയാസിനുമേഡിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണോ അല്ലയോ ഒന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ എവിടെയോ കേട്ടതാണ്. സോ ഇത് കൊജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും നയാസിനിമേഡും കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വൈറ്റമിൻ B3 ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള വേറെ ഇൻഗ്രീഡിയൻസ് ആണ് ലിക്വഡൈസിന്റെ റൂട്ട്, അതുപോലെ ഗ്ലിസറിൻ കാര്യങ്ങളൊക്കെ കേട്ടോ. മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ട നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണിത്. കാരണം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ പിഗ്മെന്റേഷനും അതുപോലെ പിമ്പിൾ മാർക്സും ഒക്കെ പോകാനായിട്ടും ആക്നെ കോസിങ് ബാക്ടീരിയാസിനെ കൊല്ലാനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത് പറയുന്നത്, ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. കൊജിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും എല്ലാം മാറ്റി സൺടാനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു വൈറ്റനിങ്, സ്കിന്നൊന്ന് ലൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊജിക് ആസിഡ്. സെയിം ഇത് തന്നെയാണ് നയാസിനിമേഡ്. നയാസിനിമേഡ് മെയിൻലി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡിന്റെ എഫക്റ്റും കൊജിക് ആസിഡിന്റെ എഫക്റ്റും നയാസിനിമൈഡിന്റെ എഫക്റ്റും വൈറ്റമിൻ B3 വൈറ്റമിൻ സിയുടെ എഫക്റ്റും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ ക്രീമിൽ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ഒരു 20 ഗ്രാം പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 540 രൂപയാണ്. അയ്യോ, എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ വേർക്കണു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, 20 ഗ്രാം പ്രൊഡക്റ്റ് ആണ്. ഇതിന് 2 ഇയേഴ്സോളം ഷെൽഫ് ലൈഫ് ഉണ്ട് കേട്ടോ. നമുക്ക് 540 രൂപയെന്ന് പറഞ്ഞാൽ നിങ്ങളിത് വാങ്ങിക്കാതിരിക്കരുത്. നമുക്ക് യൂസ് ചെയ്തതിനാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഇതൊരു 4 to 6 months യൂസ് ചെയ്താലാണ് മിനിമം ഒരു റിസൾട്ട് ഉണ്ടാവുക എന്നാണ്. അത് ഇതിനകത്ത് ഇവർ എഴുതിയിട്ടുണ്ട്. അത്രയും കാലം നമ്മൾ യൂസ് ചെയ്യണം, ഒറ്റയടിക്ക് വരില്ല. ഇത് ഞാനിപ്പോൾ ഒരു 2 weeks ആയി യൂസ് ചെയ്യുന്നു. എനിക്ക് അത്യാവശ്യം ചേഞ്ചസ് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസിലെ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ നൈറ്റ് മാത്രമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആദ്യം തന്നെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്ത് എല്ലാ ഡേർട്ടും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം എടുത്ത് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് ഫുൾ മസാജ് ചെയ്യുക കേട്ടോ. കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ ഈ ഒരു ലിഡ് ഏരിയ അവോയ്ഡ് ചെയ്യുക. അവിടെ നമ്മൾ ഇടാനായിട്ട് പാടില്ല. കണ്ണിന് ചുറ്റും ഇടാനായിട്ട് വേറൊരു അണ്ടർ ഐ സെറം എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടതിന് ശേഷമാണ് ഇത് ഞാൻ അപ്ലൈ ചെയ്യാറ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ ചാനലിൽ. പിന്നെ ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് ട്വൈസ്ലി എന്ന് ഇവർ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ഇടാനായിട്ട് ഇവർ എഴുതിയിട്ടുണ്ട്. പക്ഷേ രാവിലെ നമ്മൾ ഇത് ഇടാനായിട്ട് പാടില്ല, നൈറ്റ് മാത്രം നമ്മൾ ഇത് ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റിട്ട് ഫേസ് വീണ്ടും ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്യുക. എന്തായാലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം.
ഇനിയും ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇതാണ് വന്നിട്ട് ഞാനൊരു 2 വീക്സ് ഇട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഫേസിലെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വന്നിട്ട്. ഇതും ആ കാർട്ടൂൺ ബോക്സിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ്. ഞാൻ പിന്നെ എന്താണ് ആ കാർട്ടൂൺ ബോക്സ് കീപ്പ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഡോക്ടർ പറഞ്ഞത് ഡാർക്ക് പ്ലേസിൽ വെക്കണം എന്നാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് സൺറൈസ് ഇതിലേക്ക് വരാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ആ കാർട്ടൂൺ ബോക്സിൽ അതിൻ്റെ കവറിൽ ഞാനിത് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കവറിൽ തന്നെ ഇതിട്ട് വെക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഡയറക്റ്റ് സൺറൈസ് വരാൻ പാടില്ല. അതുപോലെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഷെൽഫിൽ വെച്ചാൽ മതി. ഇങ്ങനെ ഈ പാക്കേജിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് ഷെൽഫിൽ വെക്കുക. കാരണം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് കുറയും, നമ്മൾ വിചാരിക്കുന്ന അത്ര റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. സോ മറക്കാതിരിക്കുക. ഇതിനകത്ത് കൊജിക്ക് ഉണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, നയാസിനിമൈഡ് ഉണ്ട്, വൈറ്റമിൻ B3 ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്. പിന്നെ എന്താ വേണ്ടത് നമുക്ക് സ്കിൻ ലൈറ്റനിങ്ങിനായിട്ട്? സോ എല്ലാവരും വാങ്ങിക്കുക, ഇത് യൂസ് ചെയ്ത് നോക്കാം. നല്ലൊരു ക്രീമാണ്. ഒരു 4 ഡേയ്സ് എങ്കിലും ഒരു 4 മന്ത്സ് എങ്കിലും എടുക്കും മിനിമം റിസൾട്ട് വരാനായിട്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.